ഉമ്മമാരെ, ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ ഐശ്വര്യം തന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷമാണ്. തങ്ങൾ വഫാത്തായ ശേഷം കിട്ടിയ ഐശ്വര്യത്തിന് കണക്കില്ല. ഏത് സ്വഹാബി കച്ചവടം ചെയ്താലും കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വാതിൽപ്പടിക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും, ഉമ്മാ എടുത്തോളൂ, കച്ചവടം കഴിഞ്ഞ് വരികയാണ്, ലാഭത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ചെറിയ സമ്പത്തുള്ള ആളല്ലല്ലോ, പക്ഷേ കച്ചവടം ചെയ്തിട്ട് ഓരോ ആഴ്ചയിലും നല്ലൊരു ലാഭത്തിന്റെ വിഹിതം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വാതിൽ പടിക്കൽ കൊണ്ടുവന്ന് വെച്ച് അവരോടത് എടുക്കാൻ വേണ്ടി പറയുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എന്താ ചെയ്തത് എന്നറിയില്ലേ? ബാക്കി നമ്മുടെ ഉമ്മമാരെന്താ ചെയ്തത് എന്നറിയില്ലേ? ആ കിട്ടിയ സമ്പത്തിൽ നിന്ന് അവർക്ക് വേണ്ടി 1 or 2 ദിർഹമോ സൂക്ഷിച്ചു വെച്ച് ബാക്കിയുള്ളത് അപ്പോൾ തന്നെ സാധാരണ ലിസ്റ്റിൽ എഴുതപ്പെട്ട മിസ്കീന്മാരിലേക്ക് വിവരം അറിയിച്ച് വിതരണം ചെയ്തു പോയി. സുബ്ഹാനല്ലാഹ്, മിസ്കീന്മാരെ സ്നേഹിക്കുന്നത് അസ്സായി അലൽ അർമലതി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. പാവപ്പെട്ട ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, മിസ്കീന്മാർക്ക് വേണ്ടി അധ്വാനിച്ച് സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനെ പോലെയല്ലേ? ചെറിയ പ്രതിഫലമല്ലല്ലോ ഉള്ളത്. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞില്ലേ, കൽ ഖായിമില്ലദീ ലാ യഫ്തുറു വകസ്സായിമില്ലദീ ലാ യഫ്തുറു. എന്നും പകല് നോമ്പ് നോൽക്കുന്ന നോമ്പുകാരനെ പോലെയാണ്, രാത്രി മുഴുവനും ക്ഷീണമില്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരക്കാരനെ പോലെയാണ്. പാവങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ട് അവരെ സഹായിക്കുന്നവർ, നമ്മുടെ അയൽവാസികൾ പാവങ്ങളുണ്ടോ ഉമ്മമാരെ? പരിഗണിക്കാതെ വിട്ടേക്കല്ല. നമ്മുടെ കുടുംബങ്ങളിൽ മിസ്കീന്മാരില്ലേ? അയൽക്കാരിൽ മിസ്കീന്മാരില്ലേ? നാട്ടുകാരിൽ മിസ്കീന്മാരില്ലേ? നമ്മളെ പോലെ ഗതിയെത്താത്തവരില്ലേ? അവർക്കും വേണ്ടേ ജീവിതത്തിൽ പല സന്തോഷങ്ങളും? അവർക്കുള്ള സന്തോഷങ്ങൾക്ക് കാരണമായിട്ടാകണം അള്ളാഹു നമുക്ക് ഖൈർ തന്നത്. അവർക്കുള്ള സന്തോഷത്തിന് കാരണമായിട്ടാകണം അള്ളാഹ് നമുക്ക് ഗിന തന്നത്. നമ്മളെ കൊണ്ട് അവർക്കൊരു സന്തോഷം, അവർക്കൊരു സമാധാനം അത് ഉണ്ടാകണേ.